അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അതൊരു സംശയം. നമ്മൾ ഈ നോമ്പിന്റെ ഒക്കെ കഫാറത്തിനല്ല മുദ്. അപ്പൊ ഈ മുദ്ദിന്റെ അരി നമ്മൾ കൊടുക്കുന്ന സമയത്ത് അത് ഒരാൾക്ക് തന്നെ മുഴുവനായിട്ട് കൊടുക്കാൻ പറ്റുമോ? അല്ല അത് ഓരോ മുദ് വെച്ചിട്ട് കൂടുതൽ ആൾക്കാർക്ക് എത്തിക്കുക വേണ്ടത്? എല്ലാ പിന്നെ കുറച്ച് ആൾക്കാർ ഉൾപ്പെടുത്തിയിട്ട് അവർക്ക് കൂടുതൽ അരി കൊടുക്കുക ചെയ്യുക? ഇതിന്റെ ഇസ്ലാമിക വിധി എന്താണെന്ന് അറിയാൻ താല്പര്യമുണ്ട് ഇൻഷാ അല്ലാ. നോമ്പ് നോൽക്കാൻ പറ്റാത്തതിൻ്റെ പേരിൽ നോമ്പ് ഒഴിവാക്കിയവർ പല രൂപത്തിലുണ്ടാകും. വാർദ്ധക്യമെത്തിയ ആളുകൾ, ഇനിയല്ല ആരോഗ്യം ഉണ്ടായിരുന്നു നോമ്പ് നോറ്റില്ല, വർഷങ്ങൾ അങ്ങനെ കടന്നുപോയി. അതുപോലെ തന്നെ ഗർഭിണികൾ, കുട്ടികൾക്ക് മുലയൂട്ടുന്നവർ, ഇങ്ങനെ തുടങ്ങിയിട്ട് പല രൂപത്തിലും ഇങ്ങനെ നോമ്പ് ഒഴിവായവരുണ്ടാകും. അപ്പോൾ പല രൂപത്തിലായിട്ടും അതിനൊക്കെ കഫാറത്തായിക്കൊണ്ട് മുദ്ദുകൾ കയറി വരുന്ന രൂപങ്ങളുണ്ട്. അതുപോലെ തന്നെ ഇനി അങ്ങനെ മരിച്ചുപോയി നോമ്പ് ഒരുപാടുണ്ട്, അപ്പോഴും മുദ്ദ് കൊടുക്കേണ്ട രൂപങ്ങളുണ്ടാകും. ഇങ്ങനെയൊക്കെ ഒരുപാട് മുദ്ദിൻ്റെ രൂപങ്ങളുണ്ട്. അപ്പം ഈ മുദ്ദ് എന്ന് പറയുമ്പം അത് ഇങ്ങനെ ലാഘവത്തോടെ അങ്ങോട്ട് വാരി വലിച്ച അരി ഇങ്ങനെ വാരി വലിച്ച് ഇങ്ങനെ കൊടുക്കാൻ പറ്റൂല. അതിനൊക്കെ കുറച്ച് നിബന്ധനയും കെട്ടുമട്ടൊക്കെ ഉണ്ട്. അവിടെയൊക്കെ നല്ല രൂപങ്ങളും അതൊക്കെ ഉലമാ പറയുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഇപ്പോൾ ഒരാൾക്ക് 100 മുദ്ദുകളൊക്കെ കൊടുക്കാനുണ്ട് എന്നുണ്ടെങ്കിൽ അത് കുറേ ആളുകളിലേക്ക് എത്തിക്കുകയാണോ നല്ലത്? അതല്ല, കുറച്ച് ആളുകളെ സെലക്ട് ചെയ്തുകൊണ്ട് കൂടുതൽ മുദ്ദ് കൊടുക്കുക. അപ്പോൾ പിന്നെ കൂടുതൽ അവർക്ക് കിട്ടുമല്ലോ, അപ്പോൾ കിട്ടുന്നവർക്കൊരു ആശ്വാസമാകുമല്ലോ എന്ന് നമ്മൾ ചിന്തിക്കും. എന്നാൽ അതല്ല അവിടെ നല്ലത്. നേരെ മറിച്ച് കുറേ ആളുകൾ ഉൾപ്പെടുത്തുക. കുറേ ആളുകളെ എന്ന് പറയുമ്പം ഇപ്പോൾ ഒരു മുദ്ദ് രണ്ടാൾക്ക് കൊടുക്കാൻ പറ്റൂല, ഒരു മുദ്ദ് ഒരാൾക്ക്. അതുപോലെ തന്നെ ഒരു മുദ്ദ് ആണെങ്കിൽ ഈ പറയുന്ന എൻ്റെ 10 മുദ്ദ് ആണെങ്കിൽ ഒരാൾക്ക് കൊടുക്കാൻ പറ്റും, 100 മുദ്ദ് ആണെങ്കിലും ഒരാൾക്ക് കൊടുക്കാൻ പറ്റും. നേരെ മറിച്ച് ഒരു മുദ്ദ് രണ്ടാൾക്ക് കൊടുക്കാൻ പറ്റൂല. അപ്പം മുദ്ദ് പൂർത്തീകരിക്കുക എന്ന് പറഞ്ഞ സംഗതി വരൂല. അപ്പം മുദ്ദ് പൂർത്തീകരിച്ച് വരണം. അപ്പോൾ ഒരു മുദ്ദ് ഏറ്റവും ചുരുങ്ങിയത് ഒരാൾക്ക്. അതുപോലെ തന്നെ 100 മുദ്ദ് ഉണ്ടെങ്കിൽ അത് മുഴുവനും ഒരാൾക്ക്. അങ്ങനെയൊക്കെ പറ്റുന്ന രൂപങ്ങളുണ്ടല്ലോ. എന്നാൽ അവിടെയൊക്കെ ഏറ്റവും നല്ലത് 100 മുദ്ദ് ഉണ്ടെങ്കിലും 100 ആൾക്ക് കൊടുക്കായിരിക്കും നന്നാവുക. നേരെ മറിച്ച് 100 മുദ്ദ് 50 ആൾക്കും കൊടുക്കാൻ പറ്റും, 100 മുദ്ദ് 150 ആൾക്ക് കൊടുക്കാൻ പറ്റൂല. അപ്പൊ 100 മുദ്ദ് 50 ആൾക്ക് കൊടുക്കുമ്പോൾ 2 മുദ്ദ് വെച്ച് ഒരാൾക്ക് കിട്ടും. അതുപോലെ തന്നെ എൻ്റെ 100 മുദ്ദ് 100 ആൾക്ക് കൊടുക്കുമ്പം ഓരോ മുദ്ദ് ഓരോരുത്തർക്ക് കിട്ടും. അപ്പൊ കൂടുതൽ ആളെ ഉൾപ്പെടുത്തി, അങ്ങനെ കൂടുതൽ ആളെ ഉൾപ്പെടുത്തിയിട്ട് കൊടുക്കായിരിക്കും നന്നാവുക എന്നൊക്കെ വ്യക്തമായിക്കൊണ്ട് ഉലമാ പറയുന്നുണ്ട്. ഏതായാലും ഇങ്ങനെ മുദ്ദുകൾ മുഴുവനായിട്ടും ഒരു വ്യക്തിക്ക് കൊടുക്കാൻ പറ്റും, ഒരു മുദ്ദ് 2 ആളിലേക്ക് ഷെയർ ചെയ്യരുത് എന്നൊക്കെ മഹാനായ ഖാത്തിമുൽ മുഹഖഖീൻ ഇബ്നു ഹജർ ഹൈതമി റളിയല്ലാഹു അൻഹു അവിടുത്തെ തുഹ്ഫത്തുൽ മുഹ്താജിൽ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. തുഹ്ഫയുടെ 3-ാം വാള്യം ഇതിൻ്റെ 692-ാമത്തെ പേജിലായിട്ട് കണ്ടോ, വലഹു സർഫു അംദാദിൻ ഇലാ ശഖ്സിൻ വാഹിദിൻ. ഈ ഒരുപാട് മുദ്ദുകൾ ഒരൊറ്റ വ്യക്തിയിലേക്ക് വേണമെങ്കിൽ കൊടുക്കാൻ പറ്റും. ഇപ്പൊ 100 അല്ല, ഇനി 1000 മുദ്ദുണ്ട്, 1000 മുദ്ദുമാണെങ്കിൽ ഒരാൾക്ക് തന്നെ കൊടുക്കാൻ പറ്റും എന്നർത്ഥം. അപ്പൊ അങ്ങനെയും പറ്റും. എന്നാൽ ബിഖിലാഫി മുദ്ദിൻ വാഹിദിൻ ലി ശഖ്സൈനി, ഒരു മുദ്ദ് 2 ആൾക്ക് കൊടുക്കാൻ പറ്റൂല. അപ്പൊ മുദ്ദ് പൊട്ടുക എന്നുള്ള രൂപം വരും. കാരണം ഒരു നോമ്പിന്റെ പ്രായശ്ചിത്തം എന്ന സ്ഥാനത്താണ് ഈ ഒരു മുദ്ദ് കയറി വരുന്നത്. അപ്പൊ ആ മുദ്ദാണ് ഈ നോമ്പിന്റെ പ്രായശ്ചിത്തം. അങ്ങനെ ആകുമ്പോൾ അതിന്റെ സ്ഥാനത്ത് കയറി നിൽക്കണമെങ്കിൽ ഈ മുദ്ദ് പൊട്ടാൻ പാടില്ല, ഒരു മുദ്ദായിട്ട് തന്നെ പൂർത്തീകരിച്ചു കൊടുക്കണം എന്നർത്ഥം. ഇവിടെ തുഹ്ഫ വിശദീകരിച്ചു കൊടുത്ത മഹാനായ ഇമാം ഷർവാനി റളിയല്ലാഹു അൻഹു ഹാശിയത്തു ഷർവാനിലൊക്കെ പറയുന്നുണ്ട്, ആളുകളെ കൂടുതൽ ഉൾപ്പെടുത്തുകയാണ് നല്ലത്. മുദ്ദ് ഉൾപ്പെടുത്തി കൂടുതൽ കൊടുത്ത് ആളെ ചുരുക്കുന്നതിനേക്കാളും നല്ലത് അങ്ങനെയാണ് എന്നുള്ളത് ഹാശിയത്തു ഷർവാനിയുടെ 4-ാം വാള്യം ഇതിന്റെ 437-ാമത്തെ പേജിൽ അത് വ്യക്തമായിട്ട് പറയുന്നുണ്ട്. ലൗ സദ്ദ ജൗഅത മിസ്കീനിൻ 10 അയ്യാമിൻ ഹൽ ഹജറുഹു കഅജ്രി മൻ സദ്ദ ജൗഅത 10 മസാക്കീന. 10 ദിവസങ്ങളിലായിക്കൊണ്ട് ഒരു പാവപ്പെട്ടവന്റെ വിശപ്പടക്കലിന്റെ കൂലി പോലെയാണോ 10 മിസ്കീന്മാരെ തെരഞ്ഞെടുത്തുകൊണ്ട് അവരുടെ വിശപ്പടക്കുക എന്ന് പറയുന്നത് എന്നുള്ളത്? 10 ദിവസങ്ങളെടുത്തു ഒരാൾക്ക് എന്നെ കൊടുക്കണത്. ഒരു മുദ്ദ് കൊടുത്തു, 2 മുദ്ദ് കൊടുത്തു, ഇങ്ങനെ 10 മുദ്ദാണ്ടായിരുന്ന ഒരു ഉദാഹരണം. പക്ഷെ 10 ദിവസങ്ങളിലായിട്ട് കൊടുത്തു, ഒറ്റ വ്യക്തിക്കേ കൊടുത്തുള്ളൂ, വേറെ വ്യക്തികളൊന്നും കൊടുത്തില്ല. അതിൻ്റെ കൂലിയും
ഇനി അതല്ല 10 ആളെ അങ്ങോട്ട് തെരഞ്ഞെടുത്തു. 10 ആളെ തെരഞ്ഞെടുത്തിട്ട് എന്ത് ചെയ്തു? ഓരോരുത്തർക്കും ഓരോ മുദ്ദണ് കൊടുത്തു. ഒറ്റ ദിവസം കൊണ്ട് തീർത്തു എന്നർത്ഥം. 10 ദിവസം കൊണ്ട് എടുത്തില്ല. പക്ഷെ 10 ആളിലേക്ക് ഷെയർ ചെയ്തിട്ടുണ്ട്, ആളുകൾ കൂടിയിട്ടുണ്ട്. ഇതുപോലെയാണോ ഇതിന്റെ കൂലി എന്നുള്ളത് ചോദിച്ചപ്പം മഹാനായ ഷെർവാനി തങ്ങൾ തുടർന്ന് പറയണം, കാല ഇബ്നു അബ്ദുസ്സലാം, അവിടെയൊക്കെ ഇബ്നു അബ്ദുസ്സലാം റഹിമഹുല്ലാനെ പോലത്തവരൊക്കെ പറഞ്ഞത് ലാ, ഇതിന്റെ കൂലി അങ്ങനെയല്ല. ഫഖദ് യകൂനു ഫിൽ ജംഇ വലിയുൻ, ഒരുപാട് ആളുകൾ ഒരുമിച്ച് കൂടുമ്പം അതിലൊരു വലിയ ഉണ്ടായിക്കൂടെ? അപ്പോൾ ഒരാൾക്ക് കൊടുക്കുന്നതിനേക്കാൾ നല്ലത് ഈ 10 ആൾ ഉൾപ്പെടുത്തി എന്ന് പറയുമ്പം അതാണ് ഏറ്റവും നല്ലത്. കാരണം ഈ ആളുകൾ ഒരുമിച്ച് കൂടുമ്പം അതിലൊരു വലിയ ഉണ്ടായിക്കൂടെ? മാത്രമല്ല വഖദ് ഹസ്സല്ലാഹു അലൽ ഇഹ്സാനി ലിസ്സാലിഹീൻ, സാലിഹീങ്ങളിലേക്ക് നന്മ ചെയ്യാൻ വേണ്ടി അള്ളാഹു പ്രേരിപ്പിക്കുന്നുണ്ടല്ലോ. വഹാദാ ലാ യതഹഖഖു ഫി വാഹിദിൻ, ഒരാൾക്ക് കൊടുക്കുമ്പോൾ ഇത് ഉണ്ടാവൂലല്ലോ, കരസ്ഥാവൂലല്ലോ. വലി അന്നഹു യുർജാ മിൻ ദുആഇൽ ജംഇ മാ ലാ യുർജാ മിൻ ദുആഇൽ വാഹിദ്, ഒരാളുടെ ദുആ കിട്ടുന്നതിനെക്കാട്ടിലും എത്രയോ നല്ലതല്ലേ ഒരുപാട് ആളുകളുടെ പ്രാർത്ഥന കിട്ടുക എന്നുള്ളത്? അങ്ങനെയും കണക്കാക്കിക്കൂടെ? അപ്പൊ ആയതുകൊണ്ട് തന്നെ 10 ദിവസങ്ങളിലായിട്ട് ഒരൊറ്റ പാവപ്പെട്ടവനക്ക് ഇങ്ങനെ മുദ്ദ് കൊടുക്കുന്നതിനേക്കാളും നല്ലത് ആളുകളെ 10 ആളുകളെ ഒരുമിച്ച് കൂട്ടി 10 ആളുകളിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുകയായിരിക്കും നന്നാവുക എന്നർത്ഥം. ഇനി മാത്രമല്ല അങ്ങനെ തന്നെയാണ് നല്ലതും. അങ്ങനെയാകുമ്പോൾ അതാണ് ശരിയായത് എന്നുള്ളത് മഹാനായ ഇമാം റംലി റളിയല്ലാഹു അൻഹു നിഹായ വിശദീകരിച്ചുകൊണ്ട് ഇമാം ഷബ്റാം മല്ലസി റഹിമഹുല്ല ആശത്തുൻ നിഹായിലും പറയുന്നുണ്ട് വ്യക്തമായിക്കൊണ്ട്. ഇതേ രൂപം തന്നെ ഇതിന്റെ വേറെ രൂപത്തിലായിക്കൊണ്ട് ഇതിന്റെ 3-ാം വള്ളം ഇതിന്റെ 227-ാമത്തെ പേജിലുണ്ടോ, അന്ന സർഫഹു ലി അശ്ഖാസിൻ മുതഅദ്ദിദീൻ ഔലാ, ഒരുപാട് ആളുകളിലേക്ക് കൊടുക്കുകയായിരിക്കട്ടോ നല്ലത് എന്ന് പറഞ്ഞാൽ അന്ന സദ്ദ ജൗഅത്തി 10 മസാക്കീൻ അഫ്ളലു, കണ്ടോ, അന്ന സദ്ദ ജൗഅത്തി 10 മസാക്കീൻ, 10 മിസ്കീന്മാരുടെ വിശപ്പടക്കുകയാണെങ്കിൽ അതല്ലേ ഏറ്റവും നല്ലത്. മിൻ സദ്ദി ജൗഅത്തി വാഹിദിൻ 10 അയ്യാം, 10 ദിവസങ്ങളിലായിക്കൊണ്ട് ഒരൊറ്റ ആളുടെ വിശപ്പടക്കുന്നതിനേക്കാളും നല്ലത് ഇങ്ങനെ 10 ആളുകളുടെ വിശപ്പടക്കായിരിക്കും നന്നാവുക. അപ്പൊ 10 ആളിലേക്ക് കൊടുക്കായിരിക്കും നന്നാവുക. ഇതിനൊക്കെ നമുക്ക് മനസ്സിലാകുന്ന എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതിൽ ഉൾത്തിരിഞ്ഞു വരുന്നൊരു കാര്യം ഉണ്ടാകുമല്ലോ. ഇത് നമുക്കൊരു മനസ്സിലായി പാട് ഉൾക്കൊള്ളേണ്ട ഒരു കാര്യം. ഈ മുദ്ദിന്റെ അരി എന്ന് പറഞ്ഞാൽ തോന്നിയതുപോലെ കൊടുക്കേണ്ടതല്ല. ചില ആളുകളൊക്കെ പല രൂപത്തിലും അങ്ങോട്ട് കൊടുത്തങ്ങോട്ട് കൂടും. ഇപ്പോൾ വാപ്പ മരിച്ച് എന്തൊക്കെ കടങ്ങളുണ്ട് ഒക്കെ നോക്കി, അപ്പം എൻ്റെ നോമ്പ് ഒരുപാടുണ്ട് എന്നുള്ളത് അറിയാൻ കഴിഞ്ഞു, അതൊന്നും നോറ്റ് കൂട്ടിയിട്ടില്ല. അപ്പോൾ ഏകദേശം ഒരു സുമാറ് കണക്കൊക്കെ കൂട്ടിയിട്ട് ഇപ്പം അങ്ങനെ ഒരു 500 കിലോ അരി കൊടുക്കണം, അല്ലെങ്കിൽ 750 കിലോ അരി കൊടുക്കണം, ചില ആളുകൾ അത്ര കിട്ടും, 1000-ന് മേലെ അരി കൊടുക്കണം, എങ്ങനെ കായ് കിട്ടും. അപ്പോൾ അവർ കണക്ക് കൂട്ടിയിട്ട് എന്തായാലും പീഡിയക്കാരനെ ഏൽപ്പിച്ച് അയാൾ കുറേ അരിച്ചാക്കിന് കൊടുത്തിട്ട് അതും കിട്ട് വാരി വിതരിച്ചിട്ട് കൊടുക്കുമ്പം അവിടെയൊക്കെ ഒരുപാട് അപകടങ്ങളൊക്കെ പണയുന്നുണ്ട്. ഇത് ആർക്ക് കൊടുക്കണം, എങ്ങനെ കൊടുക്കണം, എപ്പോൾ കൊടുക്കണം, ഇങ്ങനെ തുടങ്ങിയിട്ട് ഒരുപാട് കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അപ്പൊ ആയതുകൊണ്ട് ഇങ്ങനെയൊക്കെ ഒരുപാട് കാര്യങ്ങളുണ്ട്. അതിൽ നിർബന്ധമായ ചില സംഗതികളുണ്ട്. ഇതൊക്കെ ഇപ്പം നല്ലതാണ്. ഇത് മുഴുവനായിട്ട് ഒരാൾക്കാണ് കൊടുത്താണ്ട് ഞമ്മക്ക് ഇനി ഒരുപാട് ആളെ തിരഞ്ഞെടുക്കാൻ കഴിയൂല, അതിനൊന്നും സെലക്ട് ചെയ്യാൻ സമയമല്ല എന്ന് വിചാരിച്ച ഒരാൾക്ക് കൊടുത്താലും അർഹതപ്പെട്ട ഫക്കീർ മിസ്കിന് മാത്രമേ പറ്റുള്ളൂ, സക്കാത്തിന്റെ എല്ലാ അവകാശങ്ങൾക്കും പറ്റൂല. അപ്പൊ അങ്ങനെപ്പെട്ട ഒരു പാവപ്പെട്ടവന് കൊടുത്താൽ വീടും നേരെ മറിച്ച് അവിടെയൊക്കെ നല്ലതീയത്ത് എന്ന് പറഞ്ഞ കുറെ കാര്യങ്ങളൊക്കെ കൂടാനുണ്ട്. അപ്പൊ അവിടെയൊക്കെ ഒരുപാട് നേട്ടങ്ങൾ മയ്യത്തിന് ഉപകരിക്കുന്നുണ്ട്, അതുപോലെ തന്നെ ഞമ്മളതാണെങ്കിൽ ഞമ്മക്ക് ഉപകരിക്കുന്നുണ്ട്, പല രൂപത്തിലും ഉണ്ട്. അപ്പൊ അതൊക്കെ എടുക്കുമ്പോൾ അത് നല്ല ഏതായാലും കൊടുക്കണമല്ലോ. അപ്പൊ കൊടുക്കുമ്പോൾ അതിന്റെ രൂപത്തിലായി കഴിഞ്ഞാൽ അതല്ലേ നല്ലത്. അതും പിന്നെ അതുപോലെ തന്നെ മാത്രമല്ല ചിലതിലൊക്കെ നിർബന്ധ ബുദ്ധി ഉള്ളവരുണ്ട്. അപ്പൊ ചിലപ്പോൾ മുദ്ദ് വീടാതെ പോകുന്ന കോലങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ ഒരു മുദ്ദ് 2 ആൾക്ക് കൊടുത്താൽ മുദ്ദ് കൂടൂല. അപ്പൊ ഇതിന് കൊടുത്തു എന്നായും ചെയ്തു, മുദ്ദറ്റ് അവിടെ വീടിയിട്ടുമില്ല. പിന്നെ ആഖിറത്തിൽ വരുന്ന സമയത്ത് ഇതൊക്കെ നമുക്ക് ഹിസാബ് എടുക്കപ്പെടുമെന്ന് പറഞ്ഞാൽ അത് വലിയ ബുദ്ധിമുട്ടല്ലേ. അപ്പൊ ആയതുകൊണ്ട് തന്നെ മുദ്ദ് കൊടുക്കുമ്പം അതിന്റെ എല്ലാ മർമ്മവും നോക്കിയിട്ട് അതിന്റെ കെട്ടും മട്ടൊക്കെ ഒട്ടി നോക്കി കൊടുക്കാൻ വേണ്ടി നോക്കുക. അല്ലാഹു തൗഫീഖ് നൽകട്ടെ.